എൻ്റെ പേര് നാരായണൻകുടി എന്നാണ്. ഞാൻ ഒരു ചെറിയ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ, അതുകൊണ്ട് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. ഒന്നുമില്ല, ഞാൻ ഈ ദിവസം അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നും അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ തൊഴാൻ പോകുമ്പോൾ ഒരു തിരുമേനി അവിടെ നിന്ന് വരുന്നുണ്ടാവും, തൊഴുത് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ തിരുമേനി തൊഴാൻ പോകുന്ന സമയത്ത് ഞാൻ തൊഴുത് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ദിവസം കാണും, രണ്ടാളും അങ്ങോട്ട് ഇങ്ങോട്ട് കാണും, നമസ്കാരമൊക്കെ പറയും. നല്ലൊരു മനുഷ്യനാണ്, ഒരു പാവമാണ്, വയസ്സായി, എൻ്റെയൊക്കെ പ്രായമുണ്ട്. പക്ഷെ ഇങ്ങേർക്കുള്ളൊരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേര് തനിച്ചു പോകുമ്പോൾ ഇങ്ങേരുടേതായിട്ടുള്ളൊരു ലോകത്ത് ആണ്. എന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയും, മനസ്സിലായില്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല. അപ്പം ഈ മനസ്സിലായില്ല എന്നിങ്ങനെ പറയും. അതെല്ലാവർക്കും അറിയാം, കാരണം ഇയാളെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം ഞാനൊരു മാസം ഇവിടെ ഉണ്ടായില്ല. ഞാനിപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇയാളെ അന്നും കണ്ടു. അപ്പം ഇന്നലെ കണ്ടപ്പോൾ ഞാൻ നമസ്കാരം തിരുമേനി, നമസ്കാരം തിരുമേനിയോട് പോയി, ഞാനിങ്ങോട്ട് പോകും. ഞാൻ പതുക്കെ തിരുമേനി ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഒരു പാവല്ല എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ തവണ കാണുമ്പോൾ മനസ്സിലായില്ല എന്നുള്ള പറഞ്ഞു തന്നെ. അപ്പം ഇപ്പം പറഞ്ഞത് അതല്ല, മനസ്സിലായി. പിന്നെ അത് മനസ്സിലായത് വർഷങ്ങളായിട്ട് പറഞ്ഞിരുന്നത് മനസ്സിലായില്ല എന്നാണ്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായത്. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പം എന്താണെന്ന് അറിയണേ അയാളോട് തന്നെ ചോദിക്കണം. അപ്പം ഞാൻ അയാളെ വിളിച്ചു, തിരുമേനി ഒന്ന് നിൽക്കാമെന്ന്. എന്താണോ ഒരു സംശയം? ഞാൻ ചോദിച്ചോളൂ, നമുക്ക് സംശയമല്ലേ ഉള്ളൂ, ചോദിക്കാം. അല്ല, ഇന്നലെ വരെ മനസ്സിലായില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതെ, ഇപ്പം മനസ്സിലായി എന്നാണല്ലോ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായില്ലല്ലോ. അതെനിക്ക് മനസ്സിലായില്ലേ? എടോ, ഇന്നലെ വരെ മനസ്സിലായില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് മനസ്സിലായി. എന്ത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി? അത് തന്നെ മനസ്സിലായത്. ഇപ്പം നമുക്ക് മനസ്സിലായോ? ഇപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലേ? അത്രയേ ഉള്ളൂ.